വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൊല്ലം ജില്ലയിൽ കൃത്യതയോടെ പുരോഗമിക്കുന്നതായി കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ്. 99% എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായും 85% ഫോമുകൾ ശേഖരിച്ച് ഡിജിറ്റലൈസ് ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കി. ആകെ 21,44,527 വോട്ടർമാരാണുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ വിജ്ഞാപന പ്രകാരം ഡിസംബർ 11 വരെ എന്യൂമറേഷൻ കാലയളവായി പുതുക്കി നിശ്ചയിച്ച സാഹചര്യത്തിൽ വോട്ടർമാരുടെ പ്രോജനി മാപ്പിംഗ്, എന്യൂമറേഷൻ ഫോമുകളുടെ ശേഖരണം, ഡിജിറ്റലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട പോളിംഗ് സ്റ്റേഷൻ, വില്ലേജ് തലങ്ങളിൽ ഡിസംബർ 7 വരെ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും. അവസാന SIR പ്രകാരം വോട്ടർമാരുടെ പ്രോജനി മാപ്പിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ബൂത്ത് ലെവൽ ഓഫീസർ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ എല്ലാ വോട്ടർമാരും നൽകേണ്ടതാണ്. ഡിസംബർ 16 മുതൽ 2026 ജനുവരി 15 വരെ ആക്ഷേപങ്ങളും പരാതികളും പൊതുജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സമർപ്പിക്കാം. ഡിസംബർ 11 വരെ നമുക്ക് പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോം BLOമാരെ ഏൽപ്പിക്കാവുന്നതാണ്. ഇതിനനുസൃതമായിട്ട് ആക്ഷേപങ്ങളും പരാതികളും സമർപ്പിക്കുന്നതിനുള്ള സമയക്രമവും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഡിസംബർ 15 മുതൽ ജനുവരി 15 വരെയാണ്. ഡിസംബർ 16 മുതൽ ജനുവരി 15 വരെയാണ് അതിനുള്ള സമയപരിധി. ഇത്തരത്തില് ആക്ഷേപങ്ങളും പരാതികളും പരിഹരിച്ചതിന് ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതിയും പുതുക്കിയ തീയതി നിശ്ചയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 14 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അവസാന SIR പ്രകാരം മാപ്പ് ചെയ്യാൻ സാധിക്കാത്ത വോട്ടർമാർക്ക് നോട്ടീസ് നൽകി ഹിയറിംഗ് നടത്തി വോട്ടർ എന്ന നിലയിലുള്ള സൂചക രേഖകൾ പരിശോധിച്ച് ബന്ധപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ തീർപ്പ് കൽപ്പിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകളും ആക്ഷേപങ്ങളും പരാതികളും പരിശോധിച്ച് 2026 ഫെബ്രുവരി 14 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയെന്നും കളക്ടർ അറിയിച്ചു. വോട്ടർമാരുടെ മാപ്പിംഗുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ വില്ലേജ് തലത്തിലും പോളിംഗ് സ്റ്റേഷൻ തലത്തിലും താലൂക്ക് തലത്തിലും 7-12 വരെ സ്പെഷ്യൽ ക്യാമ്പുകളും ഈ കാലയളവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അവസരം മുഴുവൻ വോട്ടർമാരും അധിക വിവരങ്ങൾ നൽകുന്നതിനും അവരുടെ പൂരിപ്പിച്ച് തിരിച്ചു നൽകാൻ ബാക്കിയുള്ള എന്യൂമറേഷൻ ഫോം തിരിച്ചെത്തിക്കുന്നതിനും ഉപയോഗപ്പെടുത്തണമെന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.